ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള വെജിറ്റേറിയൻകാർക്കും നോൺ വെജിറ്റേറിയൻകാർക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും ശരിയാണ്, നല്ല അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്നുള്ള വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കിയ 300 ഗ്രാം വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചെറിയ ഇങ്ങനെ റൗണ്ടായിട്ടിരിക്കുന്ന വഴുതനങ്ങ എടുക്കുന്നതാണ് കേട്ടോ ഈ കറിക്ക് നല്ലത്. ഇത് നമ്മൾ എങ്ങനെയാണ് കട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ഒരെണ്ണം ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ അടിയിൽ ഭാഗത്തായിട്ട് ഇങ്ങനെ മുക്കാൽ ഭാഗത്തോളം ഇങ്ങനെ അകത്തോട്ട് ഇങ്ങനെ നന്നായിട്ട് കീറിയെടുക്കണം. അപ്പോൾ മൊത്തം അങ്ങോട്ട് ആവരുത് കേട്ടോ, ഒരു മുക്കാൽ ഭാഗത്തോളം. എന്നിട്ട് തിരിച്ചും അതേപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്തുമ്പോൾ നോക്കണം കേട്ടോ, അകത്ത് ഇങ്ങനെ കേടോ പുഴുവോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ വഴുതനങ്ങ ആകുമ്പോൾ കൂടുതലായിട്ടും അങ്ങനെയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അടിയിലുള്ള ഈ തണ്ടുണ്ടല്ലോ, അപ്പോൾ ഇത് എടുത്ത് കളയേണ്ടുള്ളവർക്ക് കളയാം, അതല്ലാന്ന് വെച്ചാൽ ഇങ്ങനെ തന്നെ വേണമെങ്കിൽ ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം. അപ്പം ഞാൻ ആദ്യം അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഇതങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് മറ്റേത് കീറിയത് എങ്ങനെയാണോ അതേപോലെ തന്നെ ഒരു സൈഡിൽ കൂടെയും പിന്നെ ഇപ്പുറത്തെ സൈഡിൽ കൂടെ അങ്ങനെ ഒരു വഴുതനങ്ങ ഇങ്ങനെ 4 ഭാഗം ആവുന്ന പോലെ, എന്നാൽ 4 ഭാഗം ആയിപ്പോകരുത്, മുക്കാൽ ഭാഗത്തോളം മാത്രം കട്ട് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ആക്കിയെടുക്കാം. ഞാൻ എന്തായാലും എപ്പോഴും ഇങ്ങനെ അടിയിൽ കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് കേട്ടോ ഉപയോഗിക്കുക, അതുകൊണ്ട് എല്ലാം കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പം എന്താ എല്ലാം കട്ട് ചെയ്തിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് 1 സ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ കറയൊക്കെ ഒന്ന് പോകാനും പിന്നെ അതേപോലെ തന്നെ അകത്തോട്ട് കുറച്ച് ഉപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെക്കുന്നത്. ഒരു 5 മിനിറ്റൊക്കെ മതിയാകും കേട്ടോ. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഉപ്പ് വെള്ളത്തിൽ ഇങ്ങനെ ഇരിക്കട്ടെ. ആദ്യം തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് ചൂടാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഫ്ലെയിം ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം, നല്ല ജീരകമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിലേക്ക് 4 ഗ്രാമ്പൂ, 4 ഏലക്കായ, അതേപോലെ തന്നെ 2 ചെറിയ പട്ട കേട്ടോ, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം സെയിം പാനിൽ തന്നെ 3 ടേബിൾ സ്പൂൺ കപ്പലണ്ടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് 10 അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഇതും നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം സെയിം പാനിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ കൊപ്ര ഉണ്ടല്ലോ, നമ്മളുടെ ഉണങ്ങിയ തേങ്ങ, അത് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അതും കൂടി നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഇനി കൊപ്ര ഇല്ലാന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ഒന്ന് ചൂടാക്കി എടുത്താലും മതി. അപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ വെളുത്ത എള്ളിട്ട് കൊടുക്കാം. എന്നിട്ട് 1 ടീസ്പൂൺ മല്ലിയും 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്ത ശേഷം മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഒരു മിക്സിയുടെ ജാർ എടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആദ്യം വറുത്ത് വെച്ചിരിക്കുന്ന എല്ലാം ഇട്ട് കൊടുക്കാം. ആദ്യം ഞാൻ വറുത്ത് വെച്ചിരുന്ന കപ്പലണ്ടി ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കാഷ്നട്ടും പിന്നെ നമ്മൾ ബാക്കി വറുത്തൊക്കെ വെച്ചിരുന്ന ജീരകം അതൊക്കെ ഉണ്ടായിരുന്നല്ലോ, പട്ട ഗ്രാമ്പൂ ഒക്കെ, അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് കൊണ്ടുവരാം. പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാനിപ്പോൾ 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. നല്ലതുപോലെ തന്നെ അരച്ചെടുക്കണം. നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഫ്ലെയിം ഓൺ ആക്കി ഒരു പാത്രം വെച്ച് കൊടുത്ത് ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഉണ്ടല്ലോ, ഉപ്പിൽ വെള്ളത്തിലിട്ടിട്ട്, അപ്പോൾ ആ ഉപ്പ് വെള്ളത്തിൽ നിന്ന് എടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഇട്ട് കൊടുക്കാം. വഴുതനങ്ങ നന്നായിട്ടൊന്ന് വഴച്ചെടുക്കണം. ഇപ്പോൾ ഇത് 3 മിനിറ്റോളം ഞാനൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് വഴറ്റിയെടുക്കുന്നത്. അപ്പം ഇത് കളറെല്ലാം ഒന്ന് ചേഞ്ചായി നന്നായിട്ടൊന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതെടുത്ത് മാറ്റാം. അപ്പോൾ വഴുതനങ്ങ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി സെയിം ഓയിലിൽ തന്നെ 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഓയിൽ നന്നായിട്ട് ചൂടായി തന്നെ ഇരിക്കുകയാണ്. 1/4 ടീസ്പൂൺ ജീരകം, പിന്നെ 1 ബേ ലീഫ്. ഇതിപ്പോൾ വലുതായതുകൊണ്ട് ഞാനിപ്പോൾ 1 ഇട്ട് കൊടുക്കുന്ന, ചെറുതാണെന്നുണ്ടെങ്കിൽ 2 ഇട്ട് കൊടുത്തോളൂ. പിന്നെ 2 മുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി മീഡിയം സൈസ് ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നെടുകെ കീറിയ 4 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് എരിവുള്ള പച്ചമുളകാണെങ്കിൽ 2 ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇത് അത്ര എരിവില്ല, അതുകൊണ്ടാണ് ഇപ്പം ഞാൻ 4 ഇട്ട് കൊടുത്തിട്ടുള്ളത്. കുറച്ച് നല്ല ഫ്രഷ് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം.
ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ സാധാരണ എരിവുള്ള മുളക് പൊടിയും 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ എരിവൊക്കെ ആണെങ്കിൽ ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കുമല്ലോ, അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് അതുകൊണ്ട് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ തക്കാളി നന്നായിട്ടങ്ങ് ഇതിലോട് യോജിച്ച് വെന്ത് അങ്ങ് ഉടയുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ടൊമാറ്റോ നന്നായിട്ട് കുക്കായി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം അരച്ചു വെച്ചിരിക്കുന്ന ആ പേസ്റ്റ് ഉണ്ടല്ലോ, അതങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ആദ്യം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, എങ്കിലും ഈ ഒരു സ്റ്റേജിൽ ഒന്ന് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പം കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്നും കൂടി ഒന്ന് തിളച്ച് എണ്ണ തെളിയുന്നിടം വരെ അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യാം. 2 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനി തുറന്ന് നോക്കാം. ആ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇനി ഇതിലേക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം പിന്നെ നമ്മൾ ഈ അണ്ടിപ്പരിപ്പും പിന്നെ അതേപോലെ തന്നെ കപ്പലണ്ടിയൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ കറി നന്നായിട്ട് കുറുകി വരും. അപ്പോൾ അതിനനുസരിച്ച് തന്നെ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുക. പിന്നെ അത്യാവശ്യം നല്ല കുറുകിയ കറി തന്നെയാണ് കേട്ടോ എപ്പോഴും നല്ലത് ഇത്. എങ്കിലും ഒരുപാടങ്ങ് വെള്ളം ചേർത്ത് കൊടുക്കണ്ട, അത്യാവശ്യം കുറുകിയ പോലെ തന്നെ ഇരിക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ 1.25 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് അടച്ച് ലോ ഫ്ലെയിമിൽ 6 മുതൽ 8 മിനിറ്റ് വരെ ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഒരു 6 മുതൽ 8 മിനിറ്റ് വരെയൊക്കെ ആകുമ്പോഴത്തേക്ക് എണ്ണ നന്നായിട്ട് തെളിഞ്ഞിങ്ങനെ മുകളിൽ വരും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഒരു 8 മിനിറ്റ് ആയിട്ടുണ്ട്. ആ എണ്ണയൊക്കെ മുകളിൽ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഞാൻ 2 പ്രാവശ്യം ഒന്ന് അടപ്പ് തുറന്നിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതായത് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഉണ്ടോ, അത് ഇങ്ങനെ ഇരിക്കണം. ഇപ്പോൾ ഇത്രയെങ്കിലും ലൂസായിട്ടിരിക്കണം, എന്നാൽ മാത്രമേ നമ്മൾ കഴിക്കുമ്പോഴത്തേക്ക് കറക്റ്റായിട്ടുള്ള തിക്നെസ് ഉണ്ടാവുള്ളൂ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് അടച്ച് വയ്ക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് എന്നാൽ ഒരുപാട് രുചികരമായിട്ടുള്ള ഒരു വെജിറ്റബിൾ കറിയാണ് നമ്മുടെ ഈ വഴുതനങ്ങ കറി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യണേ. അടുത്തതിന് ഞാൻ അടിപൊളിയൊരു റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ഗുഡ് ബൈ.